യൂസർ കാറുകൾ വാങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് സമയം ഏതാണെന്ന് ആൽവിനോട് ചോദിച്ചാൽ ആൽവിൻ എന്താ പറയാ? ഈ മാസം അതായത് ഡിസംബർ മാസം എടുക്കണ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ബെറ്റർ അതെന്താ പറയാൻ കാരണം? കാരണം നമുക്ക് ക്രിസ്മസിന്റെ ഓഫർ വരുന്നുണ്ട്, ഇയർനിങ് ഓഫർ വരുന്നുണ്ട്, ന്യൂ ഇയർ ഓഫർ വരുന്നുണ്ട്. അങ്ങനെ പെരുമഴയാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാഹനപ്രേമികൾക്ക് ഡിസംബർ മാസം ഏറ്റവും പ്രിയപ്പെട്ട മാസമായിട്ട് മാറിയിട്ടുള്ളത്. ഒരുപാട് നല്ല വാഹനങ്ങൾ ഈ മാസം നമ്മുടെ ഈ ഷോറൂമിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഷോറൂം ഏതാണ്? തൃപ്രയാർ. നമ്മൾ പോപ്പുലേറ്റർ വാരിയാണ് തൃപ്രയാറാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത്. ഒരുപാട് വാഹനങ്ങളുടെ പുതിയ സ്റ്റോക്കാണ് നമ്മളിപ്പോൾ ഇത്തവണ കാണിച്ചെടുക്കാൻ പോകുന്നത്. പഴയ വീഡിയോസിൽ കണ്ട ഒരു വാഹനം പോലും നിലവിൽ സ്റ്റോക്ക് ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അല്ലേ. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഏതാ മോഡല്? ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് LXA വേരിയന്റ് ആണ്. ഇതിന്റെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ കമ്പനി സർവീസ് എല്ലാം സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിന് 1 ഇയർ വാറണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 വർഷത്തെ വാറന്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ചോദിക്കുന്നില്ല. അതൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് വാറന്റി കൊടുക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,80,000 നമ്മൾ ചോദിക്കുന്നത്. 4,85,000 മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാൻ പറ്റും. 90% ലോൺ ചെയ്ത് കൊടുക്കാം. 90% ലോൺ. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. മാരുതി സുസുക്കിയുടെ സെലേറിയോ ന്യൂ ബേസിൽ വരുന്ന സെലേറിയോ അല്ലേ? ഏത് മോഡല്? ഇത് 2022 മോഡലാണ്. സിലേറിയോ ZXA വേരിയന്റാണ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ 4 ടയർ അത്യാവശ്യം നല്ല പുത്തൻ ടയറുകൾ എടുക്കുന്നുണ്ട്. നല്ല ആക്സസറീസ്, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ഡാഷ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടുണ്ട്. സർട്ടിഫൈഡ് ആണ്. നമ്മൾ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റിയെടുക്കാം. പുതിയ വാഹനം എടുക്കുമ്പോൾ കിട്ടുന്ന അതേ വിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന വാഹനം. അത് ഓൾ ഇന്ത്യ നമുക്ക് സർവീസും വാറന്റി ഒക്കെ കിട്ടുകയും ചെയ്യും. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,80,000 നമ്മൾ ചോദിക്കണല്ലോ. 4,80,000. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഏതാ മോഡല്? ഇത് 2018 ZXA വേരിയന്റാണ്. പിന്നെ ഇതൊരു റയർ കളറാണ്. ഓറഞ്ച് ആണ് കളർ. ഇത് അങ്ങനെ കിട്ടാത്ത ഒരു കളറാണ്. എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആയിട്ട് റോഡ് നോക്കി കഴിഞ്ഞാൽ ബ്ലൂ സ്വിഫ്റ്റ് കാണാം, റെഡ് സ്വിഫ്റ്റ് കാണാം, സിൽവർ കാണാം, വൈറ്റ് കാണാം, ഗ്രേ കാണാം. ഈ കളർ മാത്രം അങ്ങനെ കാണാറില്ല അല്ലേ? ഇത് ഏത് മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ്. ZXA ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 74,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ, പെട്രോൾ എഞ്ചിൻ, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? എല്ലാം ഉണ്ട്. ZXA അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ? വരുന്നുണ്ട്. പിന്നെ അലോവിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പുഷ് സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഓട്ടോ AC എല്ലാം വരുന്നുണ്ട്. അഡീഷണൽ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. വേറെ മേജർ ഇഷ്യൂസും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ ചോദിക്കുന്നത് 5,80,000 നമ്മൾ ചോദിക്കുന്നത്. 5,85,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി ലോൺ ചെയ്ത് പോകാം. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററിയും കാണുമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. അതെ, 1 ഇയർ വാറന്റി കൊടുക്കാം. 1 വർഷം വാറന്റി കൊടുക്കാം. പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാവുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാറന്റി. മാരുതി സുസുക്കിയുടെ വാഗനർ ഏത് മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ വാഗനർ VXA ഓട്ടോമാറ്റിക് ആണ്. ഇത് നിലവിൽ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 54,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് തേർഡ് ഓണർഷിപ്പ് ആണെങ്കിലും ഈ 54,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസിംഗ് ഒക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ഓൾട്ടോ കേട്ടന് ഓട്ടോമാറ്റിക് റേറ്റ് ചോദിക്കണല്ലോ. 3,60,000 നമ്മൾ ചോദിക്കണല്ലോ. 3,60,000 രൂപ. ഓണർഷിപ്പ് തേർഡ് ആയതുകൊണ്ട് മാത്രം. ടാറ്റയുടെ ടിയാഗോ അല്ലേ? ഏത് മോഡല്? ഇത് 2017 മോഡൽ ടിയാഗോ XT എന്ന് പറയുന്ന വേരിയന്റാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 52,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. അതെ, കമ്പനി സർവീസും ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക് അഡ്ജസ്റ്റിംഗ് മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിയിൽ. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് 3,00,000 നമ്മൾ ചോദിക്കുന്നുള്ളൂ. 3,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഒരു 50,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കി ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. മാക്സിമം 50,000 വേണമെന്നില്ല. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ്. നമുക്ക് ഒരു 20,000 രൂപ ആ റേഞ്ചിലൊക്കെ ഇറക്കി കൊടുക്കാൻ സാധിക്കൂലേ? മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വരും. മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ ഏത് മോഡല്? ഇത് 2023 മോഡല് എക്സ്പ്രസോ VXA പ്ലസ് ഓട്ടോമാറ്റിക് എഞ്ചിനാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ. അതെ, ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരു പുതിയ എക്സ്പ്രസ് എടുക്കാൻ നിൽക്കുന്ന ആൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് ഈ കാണിക്കുന്ന വാഹനം അല്ലേ? ഇതിൽ VXA പ്ലസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ്, ABS, അതുപോലെ ഇലക്ട്രിക് അഡ്ജസ്റ്റിംഗ് മിറേഴ്സ് വരുന്നുണ്ട്, അതുപോലെ ഇൻഫോർടൈൻമെന്റ് ഒക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ബോഡി കളർ തന്നെയാണ്. ഇന്റീരിയർ ഭാഗത്തും കളറൊക്കെ വന്നിട്ടുണ്ട്. ടയറും ഞങ്ങളെ കണ്ടീഷൻ അല്ലേ? അതെ. ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,40,000 ഇതിന്റെ വില വരുന്നത്. നമ്മൾ ഈ മാസം എടുക്കണ കസ്റ്റമേഴ്സ് നമ്മള് 4,95 ഫൈനൽ ചെയ്ത് കൊടുക്കും. 4,95 മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നമ്മൾ ഈ മാസം ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഡിസംബർ മാസമാണ് വാഹനപ്രേമികൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് താല്പര്യം കോൺടാക്ട് ചെയ്യുക. പറയുന്ന പ്രൈസ് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. 4,95 വണ്ടിയുടെ വില വരുന്നത്. 4,95 നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ചിലപ്പോൾ ഫുൾ ലോൺ വരെ സാധ്യത. ഫുൾ ലോൺ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാന്നാണ് പറയുന്നത്. ഇത് സർട്ടിഫൈഡ് ആണ്, 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ടാവും. പിന്നെ കൂടാതെ 23 വണ്ടി ആയതുകൊണ്ട് ഇതിന് കസ്റ്റമർ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാറണ്ടി കൂടി കിട്ടും. വാറണ്ടി ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ കൊടുക്കുന്ന 1 ഇയർ വാറണ്ടി എക്സ്പയർ ആണോ ദിവസത്തോട്ടാണ് നമ്മുടെ 1 ഇയർ വാറണ്ടി സ്റ്റാർട്ട് ആവുക. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടും പുതിയത് എടുക്കുന്ന ആൾക്ക് ഒരു നിമിഷം നിങ്ങൾ ഇത് എടുക്കണമെങ്കിൽ ഓണർഷിപ്പ് മാത്രം മാറുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ. ലൊക്കേഷൻ വരുന്നത് തൃപ്രയാറാണ്. ഇത് 2018 മോഡൽ ബലനോ സിഗ്മ വേരിയന്റ് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 75,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിന് നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ABS എയർ ബാഗാണ് വരുന്നത്. ഇത് നെക്സ പ്രീമിയം കാറ്റഗറി പെടുന്ന വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4,95,000 നമ്മൾ ചോദിക്കുന്നത്. മാരുതി സുസുക്കിയുടെ സെലേറിയോ ഏതാ മോഡല്? ഇത് ഈ സിലേറിയോ കണ്ടിട്ട് സല്ലുവിന് വല്ല വ്യത്യാസം തോന്നുന്നു. ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട്. എന്തോ ഒരു ഷേപ്പിന് വ്യത്യാസമുണ്ട്. ഇത് സെലേറിയോ അല്ലേ? ഇത് വെറും സിലേറിയോ അല്ല, സിലേറിയോ എക്സ് ആണ്. സെലേറിയോ എക്സ് സ്പെഷ്യൽ എഡിഷൻ ആണോ? സ്പെഷ്യൽ എഡിഷൻ, ലിമിറ്റഡ് എഡിഷൻ പോലത്തെ ഒരു മോഡലാണ്. സ്പോർട്സ് എഡിഷൻ ആണ് വണ്ടി. സ്പോർട്സ് എഡിഷൻ ആണ്. പിള്ളേരൊക്കെ കണ്ടിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. മോഡൽ ഇത് 2018 മോഡലാണ്. സിലേറിയോ എക്സ് VXA വേരിയന്റ് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 69,000 കിലോമീറ്റർ വണ്ടി ഓടിക്കണം. 69,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ ആണ്. ഹിസ്റ്ററികളൊക്കെ ഉണ്ടോ? നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിന് 1 ഇയർ വാറണ്ടി ഇഷ്യൂ കൊടുക്കുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാം. ചോദിക്കുന്ന പ്രൈസ് 4,20,000 നമ്മൾ ചോദിക്കുന്നത്. 4,20,000 ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ആസ്കിംഗ് പ്രൈസ് നമ്മൾ പറയുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോണും കിട്ടും. ഇത് മാരുതി സുസുക്കിയുടെ വാഗണർ ഏതാ മോഡൽ വരുന്നത്? ഇത് 2022 മോഡൽ വാഗണർ VXA ആണ്. 1 ലിറ്റർ ആണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് ആണ്. 58,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. പിന്നെ ചെറിയൊരു ക്ലെയിം ഉണ്ട്. ബോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണ്ട് റീപ്ലേസ്ഡ് ആണ്. ഹിസ്റ്ററിയിലുണ്ട്. വേറെ ഗ്ലാസ് മാറോ ഒന്നുമില്ല. വേറെ മേജർ ആക്സിഡന്റ് അല്ല. മേജർ ആക്സിഡന്റ് ആണെങ്കിൽ ബോണ്ട് മാത്രമല്ല ഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ മാറൂലേ. അപ്പോൾ ഇതൊക്കെ ഹിസ്റ്ററിയിലാണ്. ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ്. നമ്പറും കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല. താല്പര്യമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അറിയേണ്ടത് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 5 ലക്ഷം രൂപ നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. പിന്നെ കൂടാതെ സർട്ടിഫൈഡ് ആണ്. മാരുതിയുടെ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നത്. 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഓൾ ഇന്ത്യ ഏത് മാരുതിയുടെ സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. മാരുതിയുടെ ബിഗ് വാഗണർ ഏതാ മോഡല്? ഇത് 2022 മോഡല് വാഗണാർ ZXi. അതായത് ഇപ്പോ ഇതിന് ഇപ്പൊ നമ്മൾ പുതിയ കാർ എടുക്കുകയാണെങ്കിൽ ZXi പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ വേരിയന്റ് കിട്ടുള്ളൂ. അന്ന് 22 ZX വരെ ഫുൾ ഓപ്ഷൻ ആയിരുന്നു. ഇതാണ് ടോപ്പ് എൻഡ്. നമുക്ക് ഇത് ZXi വേരിയന്റ് ആണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ എഞ്ചിൻ ആണ്. നമുക്ക് ഇതിന് സർട്ടിഫൈഡ് ആണ്. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇത് നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് റിയർ വൈപ്പർ, ഫോഗ് ലാമ്പ്, ഇലക്ട്രിക്കൽ ഫോൾഡിംഗ് മിറർ, RPM ഉള്ള മീറ്റർ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇൻഫോടൈൻമെന്റ്, അങ്ങനെ എല്ലാ ഫീച്ചറും. 4 ടയറും പുത്തനാണ് എടുക്കുന്നത്. 4 ടയർ പുത്തനാണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,80,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ഇതൊക്കെ ചോദിക്കുന്ന പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. താല്പര്യമുള്ളവർ ഷോറൂമിലേക്ക് വരിക. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. വാറണ്ടി എത്ര പറഞ്ഞാൽ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ്. ഇത് മാരുതി സുസുക്കിയുടെ ഡിസയർ ഏത് മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ ഡിസയർ VXA വേരിയന്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 52,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ ആണ്. പിന്നെ അത് കൂടാതെ ഇത് സർട്ടിഫൈഡ് വണ്ടിയാണ്. നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് VXA ആകുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് നല്ല സ്റ്റീരിയോ, അതുപോലെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിംഗ് മിറേഴ്സ് വരുന്നുണ്ട്. മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഫോഗ് റാമ്പ്, അതുപോലെ റിയർ AC വെന്റ്, പിന്നെ നമുക്ക് സേഫ്റ്റി ഫീച്ചർ, ഡ്യൂൽ എയർ ബാഗ്, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, അങ്ങനെ എല്ലാ ഫീച്ചറും എല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ടോ? റിവേഴ്സ് ക്യാമറ അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,60,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്, ഓൾ ഇന്ത്യയാണ്. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ഏതാ മോഡല്? ഇത് 2016 മോഡല് ഓൾട്ടോ 800 LX സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വെറും 54,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ LXയിൽ വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഇത് ചോദിക്കുന്ന പ്രൈസ് 2,66,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കച്ചവടം ആകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. മാരുതി സുസുക്കിയുടെ വാഗണർ ഓൾഡ് ഫേസ് അല്ലേ? അതെ. ഏത് മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ വാഗണർ VXA ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വെറും 66,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? സർവീസ് എല്ലാം ഉണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡീഷണൽ കസ്റ്റമർ വേറെയും ചെയ്തിട്ടുണ്ട്. ഇനി എടുക്കുന്ന കസ്റ്റമറിന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല ലാഭമാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,25,000 ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ മാസം തന്നെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പരമാവധി നോക്കുക.